വയനാട് ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടു. 138 പേരുടെ പട്ടികയാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടത്. പട്ടിക അന്തിമമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പട്ടികയിൽ ഉൾപ്പെടാത്തവർ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടണമെന്നും അറിയിപ്പുണ്ട്. PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, കാണാതായവരെ സംബന്ധിച്ച് പല കണക്കുകൾ നേരത്തെ വന്നിരുന്നു. 180ഓളം പേരെ കാണാതായി എന്ന് വന്നിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗികമായ ലിസ്റ്റ് വന്നിരിക്കുന്നു. 138 പേരുടെ പട്ടികയാണ് ഇതിൽ ഉള്ളത്. PV കുട്ടൻ. ഷമി, കാണാതായവരെ സംബന്ധിച്ചുള്ള കരട് പട്ടികയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന് പ്രകാരം 138 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ ചൂരൽമല ഭാഗത്തുള്ളവരാണ്. 4 ഒറീസ സ്വദേശികൾ കൂടിയുണ്ട്. അവരുടെ ടൂറിസ്റ്റുകളെ വന്നതാണെന്നാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിൽ കാണാതായ വ്യക്തികളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തായി അത് ഈ പട്ടിക പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകാമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതൊരു വളരെ സങ്കീർണമായ പ്രക്രിയയായിരുന്നു ഷമ്മി. കാരണം നിരവധി പേരെ കാണാതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭിമുഖങ്ങൾക്ക് പ്രചരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദുരന്തം നടന്ന് 8 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കാണാതായവരുടെ പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് സർക്കാർ. കുട്ട, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉയരുന്നൊരു സംശയം, ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 46 അൺഐഡൻറ്റിഫൈഡ് ബോഡികൾ സംസ്കരിച്ചു. ഒപ്പം തന്നെ ഏതാണ്ട് 156 ശരീരഭാഗങ്ങൾ സംസ്കരിച്ചു. അപ്പോൾ ഈ കാണാതായ ആൾക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവർ തമ്മിൽ അങ്ങനെ വരാനുള്ള ഒരു സാധ്യത ഇതിലില്ലേ? ഷമ്മി, അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമായതിനാൽ തന്നെ കൃത്യമായി ഇപ്പൊ നമുക്ക് മന്ത്രിമാർ അല്ലെങ്കിൽ ജില്ലാ കളക്ടറും അവർക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം വളരെ ശാസ്ത്രീയമായ പരിശോധന ആവശ്യമുണ്ട്. ഷമ്മി പറഞ്ഞതുപോലുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണാതായവർ അതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് അത് വളരെ കൃത്യമായ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടത് ആ രീതിയിലുള്ള പരിശോധനകളൊക്കെ ജില്ലാ ഭരണകൂടം നടത്തുന്നുമുണ്ട്. ഷമ്മി.